ഒരുപാട് ആളുകൾ യൂട്യൂബിൽ കുറേ ട്രൈ ചെയ്തതിന് ശേഷം ഒന്നും നടക്കുന്നില്ല എന്നും പറഞ്ഞ് അവർ യൂട്യൂബ് വിട്ടിട്ട് പോകാറുണ്ട്. ഇവിടെ അവർ യൂട്യൂബ് വിട്ട് പോകുന്നതല്ല പ്രശ്നം, അവരുടെ ചാനലിൽ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അവരിവിടെ യൂട്യൂബ് വിട്ട് പോകുന്നത്. ഇതിന് കാരണം അവർ ഫോക്കസ് ചെയ്യുന്നത് തെറ്റായ കാര്യങ്ങളിലാണ്. അവർ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ വ്യൂസ് കൗണ്ട് ചെയ്യും. ഇന്ന് 50 വ്യൂസ് കിട്ടി, ഇന്നലെ 100 വ്യൂസ് കിട്ടിയായിരുന്നു, മെനഞ്ഞാന്നും 50 വ്യൂസേ കിട്ടിയിട്ടുള്ളായിരുന്നു. ഈ രീതിയിൽ അവർ വ്യൂസ് കൗണ്ട് ചെയ്യും. എന്നിട്ട് പറയും, എനിക്ക് വ്യൂസേ കിട്ടുന്നില്ല, യൂട്യൂബ് എനിക്ക് പുഷ് തരുന്നതേ ഇല്ല, എൻ്റെ ചാനലിനെ മാത്രം യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ വ്യൂസ് അല്ല നോക്കേണ്ടത്. വ്യൂസ് നോക്കണം, അത് പിന്നീടാണ്. നിങ്ങളുടെ ചാനൽ ശരിയായ ഡയറക്ഷനിൽ തന്നെ ഗ്രോ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായി യൂട്യൂബ് മറ്റ് ചില സിഗ്നൽസ് നമുക്ക് തരുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ചാനലിന് ഗ്രോത്ത് കിട്ടുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. വ്യൂസ് പിന്നീടാണ് നോക്കുന്നത്. അപ്പോൾ ഈ സിഗ്നൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ തെറ്റായ സമയത്ത് യൂട്യൂബ് വിട്ടിട്ട് പോകത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള 3 സിഗ്നൽസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ ചാനലിൽ നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് മുന്നോട്ട് തന്നെ പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യത്തെ സിഗ്നൽ എന്ന് പറയുന്നത് ഇംപ്രഷൻസ്. ഇതെന്ന് പറയുന്നത് യൂട്യൂബ് അൽഗോരിതം തന്നെ നമ്മളെ കാണിച്ചു തരുന്ന ഒരു സിഗ്നലാണ്. ഇംപ്രഷൻസ് എന്താണ് അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ തംബ്നെയിൽ യൂട്യൂബ് പലരുടെയും ചാനലിൻ്റെ ഹോം സ്ക്രീനിൽ കാണിച്ചെന്ന് വരാം. പലരും യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ കാണിച്ചെന്ന് വരാം. അതുപോലെ മറ്റു പലരും യൂട്യൂബിൽ എന്തെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിലും വന്നെന്ന് വരാം. ഇവരൊക്കെ നമ്മുടെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലെന്നും വരാം, കണ്ടെന്നും വരാം. അത് നമുക്ക് നോക്കേണ്ട ഇവിടെ ആവശ്യമില്ല. പക്ഷേ യൂട്യൂബ് എത്ര പേരുടെ മുന്നിൽ നമ്മുടെ ഈ വീഡിയോയുടെ തംബ്നെയിൽ കാണിക്കുന്നോ ഇതിനെയാണ് ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ ഒരു വീഡിയോയുടെ അനാലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ റീച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഇവിടെ നോക്ക്, ഇംപ്രഷൻസ് എന്ന് പറഞ്ഞിട്ട് 41.8K എന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 41,800 ആളുകളുടെ മുന്നിൽ നമ്മുടെ ഈ വീഡിയോയുടെ തംബ്നെയിൽ യൂട്യൂബ് കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 41,800 ഇംപ്രഷൻസ് ഇതുവരെ ഈ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇംപ്രഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സപ്പോസ് നിങ്ങളുടെ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് 500 ഇംപ്രഷൻസ് കിട്ടി, രണ്ടാമത്തെ ദിവസം 1000 ഇംപ്രഷൻസ് കിട്ടി, മൂന്നാമത്തെ ദിവസം 2000 ഇംപ്രഷൻസ് കിട്ടി. ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ഇംപ്രഷൻസ് കൂടി വരികയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ് ഇവിടെ കുറവായിരിക്കാം, അത് നിങ്ങൾക്ക് 50 അല്ലെങ്കിൽ 100 വ്യൂസേ കിട്ടുന്നുണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ പണി ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളുടെ വീഡിയോ എത്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിവിടെ വ്യൂസ് കുറയാൻ കാരണം അത് നിങ്ങളുടെ ടൈറ്റിൽ അല്ലെങ്കിൽ തംബ്നെയിൽ അത് അട്രാക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അട്രാക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, ആളുകൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോ കാണുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വ്യൂസും ഇവിടെ കൂടിക്കൊള്ളും. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യൂട്യൂബ് നിങ്ങളെ ഇവിടെ കൈവിട്ടിട്ടില്ല. യൂട്യൂബ് നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് നല്ല റീച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഇംപ്രഷൻസ് ഓരോ ദിവസവും കൂടി വരുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ഈ ചാനലിന് നല്ല ഗ്രോത്ത് തരുന്നുണ്ട്. അതിനുള്ള ഒന്നാമത്തെ സിഗ്നലാണ് നിങ്ങളുടെ ഈ കൂടി വരുന്ന ഇംപ്രഷൻസ്. ഇനി അടുത്ത സിഗ്നലാണ് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ പേര് കണ്ടതിന് ശേഷം കിട്ടുന്ന ആവറേജ് പെർസെൻറ്റേജ് വ്യൂഡ്. ഇതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോയുടെ അനാലിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻഗേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞ് പെർസെൻറ്റേജിലും കാണിക്കുന്നുണ്ട്. അതുപോലെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് മിനിറ്റ്സിലും കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ഒരു വീഡിയോ ഇപ്പോൾ ഒരു 100 പേര് കണ്ടു കഴിഞ്ഞാൽ ആ 100 പേര് എത്ര നേരം വരെ ഒരു ആവറേജ് കണ്ടു, ഇതാണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതിനെ പെർസെൻറ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പലരും പറയും. അതുപോലെ മിനിറ്റ്സിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്നും പറയും. ഇവിടെ പലരുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് നമ്മുടെ ഈ ഓഡിയൻസ് റിട്ടൻഷൻ കുറഞ്ഞത് ഒരു 50% കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോ മുന്നോട്ട് പോകൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്തിനെയാണ്. അതായത് സപ്പോസ് നിങ്ങളിടുന്ന ഒരു വീഡിയോ അത് 2 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അവിടെ 50% ഒന്നും കിട്ടിയാൽ പോരാ. അവിടെ കുറഞ്ഞതൊരു 70% 80% കിട്ടിയാലേ ആ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം 2 മിനിറ്റിൻ്റെ 50% എന്ന് പറഞ്ഞാൽ അവിടെ 1 മിനിറ്റേ ആകുന്നുള്ളൂ. അവിടെ വലുതായിട്ട് വാച്ച് അവറേ കിട്ടുന്നില്ല.
ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ അവിടെ 50% പോലും വേണ്ട, 40% കിട്ടിയാലും നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകും. കാരണം 10 മിനിറ്റുള്ള വീഡിയോയുടെ 40% എന്ന് പറയുമ്പോൾ 4 മിനിറ്റ് ആളുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഒരു വാച്ച് അവർ അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ അവിടെ 30% കിട്ടിയാലും നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകും. കാരണം 20 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോയുടെ ഒരു 30% എന്ന് പറയുമ്പോൾ 6 മിനിറ്റിലും കൂടുതൽ അവിടെ വാച്ച് അവർ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു വാച്ച് അവർ അവിടെ കിട്ടുന്നുണ്ട്, ആ വീഡിയോയും മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 50 വ്യൂസ് അല്ലെങ്കിൽ 100 വ്യൂസേ കിട്ടുന്നുള്ളൂ എങ്കിലും എത്ര വ്യൂസ് കിട്ടിയോ അത്രയും വ്യൂസ് കിട്ടിയതിന് ശേഷമുള്ള ഓഡിയൻസ് റിട്ടൻഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾ ഈ ഓഡിയൻസ് റിട്ടൻഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ലെങ്തിനനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതായത് ചെറിയ വീഡിയോസ് ആണെങ്കിൽ, അതായത് 2 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു 70% 80% എങ്കിലും ഈ ഓഡിയൻസ് റിട്ടൻഷനും കിട്ടിയിരിക്കണം. അതല്ല കുറച്ച് വലിയ വീഡിയോസ് ആണെങ്കിൽ 30% തൊട്ട് മുകളിലോട്ട് എത്രമാത്രം നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുന്നോ അത് വളരെ നല്ല ഓഡിയൻസ് റിട്ടൻഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്കിവിടെ വ്യൂസ് കുറഞ്ഞാലും ശരി അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങളിവിടെ ഓഡിയൻസ് റിട്ടൻഷൻ നോക്കുക. ആളുകൾ എത്ര നേരം വരെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് നന്നായി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ വീഡിയോസ് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഇത്ര നേരം വരെ ഇരുന്ന് അവർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതിനുള്ള രണ്ടാമത്തെ സിഗ്നലാണിത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുകയാണെങ്കിൽ പിന്നീട് പതുക്കെ യൂട്യൂബ് നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും, നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത സിഗ്നലാണ് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ വാച്ച് ബിഹേവിയർ. അതായത് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് ഏത് തരത്തിലുള്ളവരാണ്, അവർ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണോ, വല്ലപ്പോഴും മാത്രം നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് പോകുന്നവരാണോ, അതോ സ്ഥിരമായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്നവരാണോ? ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇവിടെ അനാലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോക്ക് ഓഡിയൻസ് ബൈ വാച്ച് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 3 തരത്തിലുള്ള ഓഡിയൻസിനാണ് അവരിവിടെ കാണിക്കുന്നത്. 1 ന്യൂ വ്യൂവേഴ്സ്, പുതിയതായിട്ട് വന്നിട്ടുള്ള വ്യൂവേഴ്സ്. 2 കാഷ്വൽ വ്യൂവേഴ്സ്, വല്ലപ്പോഴും മാത്രം വീഡിയോസ് കണ്ടിട്ട് പോകുന്നവർ. 3 റെഗുലർ വ്യൂവേഴ്സ്, അതായത് സ്ഥിരമായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്നവർ. സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണണമെന്നില്ല, എങ്കിലും കുറേയൊക്കെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നവരാണ് ഈ റെഗുലർ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളിവിടെ ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ റെഗുലർ വ്യൂവേഴ്സ് ചിലപ്പോൾ 0% ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല, ഇത് നോർമലായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ റെഗുലർ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ആദ്യം ന്യൂ വ്യൂവേഴ്സ് വരും, അതിൽ നിന്നും കുറേ കൺവേർട്ടായിട്ട് കാഷ്വൽ വ്യൂവേഴ്സ് ആകും. പിന്നീട് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീഡിയോസ് കുറേയൊക്കെ കണ്ടിട്ടുള്ളവരാണ് ഈ റെഗുലർ വ്യൂവേഴ്സായിട്ട് കൺവേർട്ട് ആകുന്നത്. അപ്പം നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് നിങ്ങൾക്കിവിടെ റെഗുലർ വ്യൂവേഴ്സ് ആയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ മാസവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ നിങ്ങൾക്ക് വരുന്ന ന്യൂ വ്യൂവേഴ്സ് കാഷ്വൽ വ്യൂവേഴ്സിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ടോ, കാഷ്വൽ വ്യൂവേഴ്സിൽ അതിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നുണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് കാഷ്വൽ വ്യൂവേഴ്സിൽ നിന്നും റെഗുലർ വ്യൂവേഴ്സിലേക്ക് കൺവേർട്ട് ആകുന്നുണ്ടോ, അവിടെ പെർസെൻറ്റേജ് കൂടുന്നുണ്ടോ. ഈ റെഗുലർ വ്യൂവേഴ്സിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നത് വളരെ കുറച്ചേ കൂടുന്നുണ്ടാവുള്ളൂ, 0.1 0.2 ഇത്രയൊക്കെ കൂടത്തുള്ളൂ, പക്ഷേ കുറച്ചെങ്കിലും കൂടുന്നുണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ന്യൂ വ്യൂവേഴ്സിൽ നിന്നും കാഷ്വൽ വ്യൂവേഴ്സിലേക്കും കൂടുന്നുണ്ട്, കാഷ്വൽ വ്യൂവേഴ്സിൽ നിന്നും റെഗുലർ വ്യൂവേഴ്സിലേക്കും കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്ത് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ഓഡിയൻസ് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്ത് തരുന്നുണ്ട് എന്നുള്ളതിനുള്ള 3ാമത്തെ സിഗ്നലാണിത്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഇത് തീരുമാനിക്കാനായി നിങ്ങൾ വ്യൂസ് മാത്രം നോക്കരുത്. കാരണം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങളുടെ ചാനലിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്തുമുണ്ട്. അപ്പോൾ അവിടെ വ്യൂസ് കിട്ടാത്തതിന് എന്താണ് കാരണം? വ്യൂസ് കിട്ടാത്തതിന് കാരണം നിങ്ങളുടെ വീഡിയോസിൻ്റെ ടൈറ്റിലും തംബ്നെയിലും മാത്രമാണ്. അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ വ്യൂസും കൂടും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.